വചനം വചനം ത്രിയേക ദൈവമം വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പാക്സ് കമ്മ്യൂണിക്കേഷൻ്റെ ത്രേസ് കാന്തോസ് വചന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കാനെടുക്കുന്നത് ഉയിർപ്പുകാലത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലുള്ള വചനഭാഗങ്ങളാണ്. 3 വായനകളുണ്ട്. ഒന്നാമത്തെ വായനയിൽ വിജാതീയരുടെ അടുത്തേക്ക് വചനം പ്രസംഗിക്കുവാൻ പോകുന്ന അപ്പോസ്തലന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. രണ്ടാമത്തെ വായനയിൽ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഇടയനെക്കുറിച്ചുള്ള വചനഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. സുവിശേഷത്തിലാകട്ടെ ഇടയനും ആടും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് ഈശോ പ്രതിപാദിക്കുന്നു. ഈ 3 വചനങ്ങളും എടുത്തൊരുമിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്ന ഒരു യാഥാർത്ഥ്യം, ഇന്ന് ഈശോ സംസാരിക്കുന്നത് ബന്ധങ്ങളെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ ബന്ധങ്ങൾ 3 തലത്തിലാണുള്ളത്. 1, മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം. 2, മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. 3, മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം. ഈ 3 ബന്ധങ്ങളിലും എന്നല്ല, എല്ലാ ബന്ധങ്ങളിലും 2 തലങ്ങളുണ്ട്. ഒന്നാമത്തേത് ഉത്തരവാദിത്വത്തിൻ്റെ തലം, രണ്ടാമത്തേത് അവകാശത്തിൻ്റെ തലം. എല്ലാ ബന്ധങ്ങളും ഉലയുന്നതിൻ്റെ പ്രധാന കാരണം അവകാശത്തിൻ്റെ തലത്തിന് വേണ്ടിയിട്ട് കടുംപിടുത്തം നടത്തുകയും ഉത്തരവാദിത്വത്തിൻ്റെ തലം മറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും, സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിലും, സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും, വികാരിയും അജഗണവും തമ്മിലാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും ഉരുവാകുന്നതിൻ്റെ പ്രധാന കാരണം ഉത്തരവാദിത്വം മറന്നുകൊണ്ട് അവകാശത്തിന് വേണ്ടി കടുംപിടുത്തം നടത്തുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രതിപാദിക്കുന്നത് 3 ഉത്തരവാദിത്വങ്ങളും 3 അവകാശങ്ങളുമാണ്. ഉത്തരവാദിത്വം ഇടയൻ്റെ തലത്തിൽ നിന്നുള്ളതാണ്. ഇടയൻ പറയുന്നു, എൻ്റെ ആടുകളെ ഞാൻ സംരക്ഷിക്കും, എൻ്റെ ആടുകളെ ഞാൻ നിത്യജീവനിലേക്ക് നയിക്കും, എൻ്റെ ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇത് ആടുകളുടെ അവകാശമാണ്, ഇടയൻ്റെ ഉത്തരവാദിത്വവുമാണ്. എന്നാൽ ആടുകളുടെ ഉത്തരവാദിത്വവും ഇടയൻ്റെ അവകാശവുമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, ആടുകളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. എൻ്റെ ആടുകൾ എന്നെ അറിയുന്നു, ആടുകളുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം. എൻ്റെ ആടുകൾ എന്നെ അനുഗമിക്കുന്നു, ആടുകളുടെ 3ാമത്തെ ഉത്തരവാദിത്വം. അപ്പോൾ നമ്മൾ ഇന്ന് വചനം ധ്യാനിക്കുമ്പോൾ വചനം നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്, നീ നിൻ്റെ കടമയെ മറന്നുകൊണ്ട് അവകാശത്തിന് വേണ്ടിയിട്ട് കടുംപിടുത്തം നടത്തരുതെന്നാണ്. ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവകാശത്തിന് വേണ്ടിയിട്ട് കടുംപിടുത്തം നടത്തുന്നവർ ഉത്തരവാദിത്വം മറന്നു പോകുന്നു എന്നുള്ളതാണ്. ആകയാൽ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം ഹൃദയത്തിലെടുത്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കടുംപിടുത്തം നടത്തുന്നവരാവാതെ ഉത്തരവാദിത്വം നിവർത്തിക്കുന്നതിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് നല്ല ഇടയനായ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.